പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഇവൻ ലുക്കോമാനോവിച്ച് ചില കാര്യമൊക്കെ വ്യക്തമാക്കിയിരുന്നു. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളാണ് ഡിമിട്രോസും അതുപോലെ തന്നെ അഡ്രിയൻ ലൂണയും. ഈ രണ്ട് താരങ്ങൾക്കും ഇഞ്ചുറി ഏറ്റത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് വലിയ തിരിച്ചടി നൽകിയ ഒരു കാര്യമായിരുന്നു. ഇന്നലത്തെ മത്സരത്തിന് ശേഷം ഈ രണ്ട് താരങ്ങളെക്കുറിച്ചും കോച്ച് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഡിമിട്രോസും അതുപോലെ തന്നെ അഡ്രിയൻ ലൂണയും നിലവിൽ റിക്കവറിയുടെ പാതയിലാണ്. ഈ രണ്ട് താരങ്ങളും പ്ലേ ഓഫ് മത്സരങ്ങളിൽ കളിക്കുമെന്ന് തനിക്ക് ഉറപ്പില്ല എന്നാണ് കോച്ച് ഇപ്പോൾ പറയുന്നത്. ഡിമിട്രോസും ലൂണയും പ്ലേ ഓഫ് കളിക്കുമെന്നുള്ള കാര്യം സംശയം തന്നെയാണ്. പ്ലേ ഓഫ് മത്സരങ്ങളിൽ ഈ രണ്ട് താരങ്ങളും കളിച്ചില്ലെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് എന്തുകൊണ്ട് തിരിച്ചടി നൽകുന്ന കാര്യമായിരിക്കും. എന്നാൽ ഇന്നലത്തെ മത്സരത്തിന് മുൻപ് കോച്ച് പറഞ്ഞത് ലൂണ പ്ലേ ഓഫ് കളിക്കുമെന്ന രീതിയിലായിരുന്നു. ലൂണയെ ഇന്നലത്തെ മത്സരത്തിൽ പോലും കളിപ്പിക്കാൻ തനിക്ക് താല്പര്യമുണ്ട് എന്ന് കോച്ച് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ കോച്ച് പറയുന്നതാവട്ടെ, ലൂണയും ഡിമിട്രോസും പ്ലേ ഓഫ് കളിക്കുന്ന കാര്യം സംശയമാണ് എന്നുള്ളതാണ്. തീർത്തും സംശയത്തിലാണ് നിലവിലിപ്പോൾ ആരാധകരുള്ളത്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വാർത്ത, ഈസ്റ്റ് ബംഗാളിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ക്ലൈറ്റൺ സിൽവയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. തുടർച്ചയായിട്ട് 2 സീസണുകളിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി മികച്ച ഫോമിൽ കളിച്ചിട്ടുള്ള ഒരു താരമാണ് ക്ലൈറ്റൺ സിൽവ. മാത്രമല്ല, നിരവധി ഗോളുകളും ടീമിന് വേണ്ടി സ്കോർ ചെയ്യാനായിട്ട് ക്ലൈറ്റൺ സിൽവയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സീസണിൽ തന്നെ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമാണ് ക്ലൈറ്റൺ സിൽവയുടെ പേരിലുള്ളത്. നിലവിൽ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് ക്ലൈറ്റൺ സിൽവയുടെ കരാർ പുതുക്കാൻ ഒരുങ്ങുകയാണ് ഈസ്റ്റ് ബംഗാൾ. ഒരു വർഷത്തേക്ക് കൂടി ക്ലൈറ്റൺ സിൽവയുടെ കോൺട്രാക്ട് ഈസ്റ്റ് ബംഗാൾ പുതുക്കിയേക്കുമെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അടുത്ത സീസണിലും ക്ലൈറ്റൺ സിൽവ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിക്കാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. അടുത്തൊരു കാര്യം, ISL ആരാധകരെല്ലാം പ്ലേ ഓഫ് മത്സരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ഏപ്രിൽ 19-നാണ് പ്ലേ ഓഫ് മത്സരങ്ങളെല്ലാം ആരംഭിക്കുന്നത്. അതിനു മുൻപ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള പ്ലേയേഴ്സൊക്കെ മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുക്കട്ടെ എന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. ഏപ്രിൽ 19-നും അതുപോലെ തന്നെ 20-നുമാണ് നോക്കൌട്ട് മത്സരങ്ങളൊക്കെ നടന്നേക്കുക. ISL 10ാം സീസണിലെ ഫൈനല് മെയ് 4-നായിരിക്കും നടക്കുക. മുംബൈ അല്ലെങ്കിൽ കൊൽക്കത്തയിലാണ് ഈ ഒരു സീസണിലെ ഫൈനൽ നടക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം നമുക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISL-മായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.